അല്ലാതെ പണം മാത്രം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാപകലില്ലാതെ ഒരു മെഷീനെ പോലെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുപോലെയാണ് ഈ പറഞ്ഞ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ ജീവിതവും ഭർത്തൃവീട്ടിലെ ജീവിതവും ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചു കാണിക്കുന്ന ഈ ചില പെൺകുട്ടികളുടെ ജീവിതവും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടേതിനേക്കാൾ ഭയാനകമായ വളരെ ഭീകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ കേരളത്തില് ഒരുപാട് പെൺമക്കളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കുന്നുണ്ടല്ലേ. എന്നാൽ അതിൽ കുറച്ചു പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികൾക്കും സ്വർഗതുല്യമായ ജീവിതം കിട്ടിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹ ജീവിതം കിട്ടിയത് കൊണ്ടാണോ അവരൊന്നും ആത്മഹത്യ ചെയ്യാത്തത്? എന്തേ കുറച്ച് പെൺമക്കൾ മാത്രം ആത്മഹത്യ ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ആരെയാ? ഭർത്താവിനെ എന്തായാലും കുറ്റപ്പെടുത്തും, ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തും. ചിലരും പറയും ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ്. ഭർത്തൃ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നാൽ ഈ മകളുടെ വീട്ടുകാര് അംഗീകരിക്കാത്തത് കൊണ്ടാണ്, അവര് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമോളെ എന്ന് ഉപദേശിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മാറി മാറി അവരെ കുറ്റപ്പെടുത്തും. യഥാർത്ഥത്തിലുള്ള ആ ഒരു കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതെല്ലാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളെ ഉള്ളൂ കേട്ടോ. ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ ജീവിതവും ഭർത്തൃവീട്ടിലെ ജീവിതവും ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചു കാണിക്കുന്ന ഈ ചില പെൺകുട്ടികളുടെ ജീവിതവും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടേതിനേക്കാൾ ഭയാനകമായ വളരെ ഭീകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ആത്മഹത്യ ഒന്നും ചെയ്യാതെ മക്കളെയൊക്കെ വളർത്തി മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന പല സ്ത്രീകളുടെയും വിവാഹ ജീവിതം അത്ര വലിയ സുഖകരമായിട്ടൊന്നും അല്ല പോകുന്നത്. പലരും അത് പുറത്ത് പറയാറില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പറയും മക്കളെ ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, മുന്നോട്ട് അങ്ങനെ ജീവിക്കുന്നതൊക്കെയാണെന്ന്. എന്നാൽ ഈ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഈ ആത്മഹത്യ ചെയ്യാത്തവരെക്കാൾ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അവർക്കില്ല ഈ രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്വന്തം വീട്ടിൽ അങ്ങനെ ആർക്കും ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. കൂടുതലും ഈ വിവാഹം കഴിച്ചയക്കുമ്പോൾ ആ വീടുകളിൽ നിന്ന്, ഭർത്തൃവീടുകളിൽ നിന്നുമാണ് അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ നേരിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടും ആത്മഹത്യ ചെയ്യാതെ ഒരു പെണ്ണ് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് രണ്ട് കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. ഒന്ന്, അങ്ങനെ ആത്മഹത്യ ചെയ്യാത്തത് അവൾക്ക് സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ്. സെൽഫ് ലവ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ ചുമ്മാതെ ഒന്നും ആർക്കും സെൽഫ് ലവ് ഉണ്ടാകില്ല. അപ്പോൾ അവൾക്ക് സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഇല്ലാത്തവർ മാത്രമാണ് കേട്ടോ ആത്മഹത്യ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ പറയുള്ളൂ. പീഡിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മർദ്ദിക്കുന്നുണ്ട്, ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്, അതെല്ലാം ശരിയായിരിക്കും. മുറിയിൽ കൂട്ടിയിട്ടുണ്ടാകാം, അടിച്ചിട്ടുണ്ടാകാം, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകാം. എന്നാലും അവര് ആത്മഹത്യ ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളില്ലാത്തത് കൊണ്ട്. അപ്പൊ ഈ സെൽഫ് ലവ് കെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അത് ശരിയാണ്, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ സെൽഫ് ലവ് നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരേണ്ട കാര്യമാണ്. എന്താണ് സെൽഫ് ലവ്? ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചിട്ടും അവരവിടെ വീട്ടില് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അവർക്ക് അവിടെ അത്ര സുഖമൊന്നുമായിട്ടല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നു? ഈ ഭർത്താവിന്റെ വീട്ടുകാരും കാണിക്കുന്ന പല കാര്യങ്ങളും, ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും, അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഒരുപാട് ഉള്ളിലേക്ക് എടുക്കാതെ നമ്മുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത്, അതായത് ആ മറ്റു പല കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് സർഗവാസനകൾ, കഴിവുകളൊക്കെ ഉണ്ട്. സർഗവാസനകൾ, കഴിവുകൾ എന്ന് പറയുമ്പോൾ എല്ലാം കലാപരമായിട്ട് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ ചെയ്യാനുള്ള കഴിവും ഉണ്ടാകാം.
അപ്പോൾ അങ്ങനെ കഴിവില്ല എങ്കിൽ ആ കഴിവിനെ നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരണം. അങ്ങനെയുള്ളൊരു സ്കില്ല്, വരുമാനം നേടുവാനായിട്ടുള്ള ഒരു സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരണം. പലരും പെൺമക്കൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൊടുക്കും അല്ലേ, അതായത് നല്ല ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കൊടുക്കും. പക്ഷെ അവർക്കൊരിക്കലും അതുകൊണ്ടൊരു വരുമാനം നേടുവാനായിട്ടുള്ള ഒരു തൊഴിലായിട്ട് അവരതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ മക്കൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഈ പെൺമക്കള് തങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവില്ല. പല കാര്യങ്ങൾ ചെയ്ത് ആ ജോലിയിൽ നമ്മളിങ്ങനെ ചെയ്ത് ഒരു സ്കില്ല് നേടണം അല്ലെ, ഒരു പ്രാവീണ്യം നേടണം. അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ ക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ട് വരണം. വിദ്യാഭ്യാസം കുറഞ്ഞ സ്ത്രീകൾ പോലും ക്രമേണ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാറുണ്ട്. വീട്ടിൽ സ്വന്തമായിട്ട് കഞ്ഞിയും കറി ഒന്നും വെച്ച് പരിചയമില്ലാത്തൊരു പെൺകുട്ടിയായിരിക്കാം വിവാഹം കഴിച്ചയച്ചിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഭർത്താവിന്റെ മദ്യപാനവും വരുമാനം ഇല്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള ആ ഒരു കുട്ടി ചിലപ്പോൾ കുറച്ച് പണപ്പെട്ടവരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് പാചകമൊക്കെ ചെയ്ത് പഠിച്ച് പതിയെ അതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ക്ലീനിങ് ജോലികൾക്കായാലും പാചകം ചെയ്യുന്ന ജോലികൾക്കാണെങ്കിലും അതിന്റെ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന് പിന്നീട് നല്ല രീതിയിൽ വീട്ടുജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന രീതിയിലേക്കും അവർ വരാറ്. അപ്പോൾ ഈ സ്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സ്കില്ല് തന്നെയായിരിക്കണം. അപ്പോൾ വരുമാനം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാകും. അപ്പോൾ തന്നെ നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ വിദേശത്ത് മാസം ലക്ഷങ്ങളോളം വരുമാനമുള്ള പെൺകുട്ടികൾ ഭർത്താവിന്റെ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്, എനിക്കതിന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവർക്ക് പണം നേടുവാനായിട്ടുള്ള ഒരു സ്കില്ലുണ്ടായിരുന്നു. മാസം ലക്ഷങ്ങളോളം നേടുവാനായിട്ടുള്ള ഒരു സ്കില്ല് അവർക്ക് ഉണ്ടായിരുന്നു എങ്കിലും അവർ പണ്ട് പഠിച്ച് ഈ സ്കില്ല് നേടിയപ്പോൾ അവരുടെ പൂർണ്ണ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ആയിരിക്കില്ല ഇവരൊന്നും ആ സ്കില്ല് നേടിയത്. ഈ ജോലിയിലേക്ക് അവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പക്ഷെ മാതാപിതാക്കളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും ഇവര് ഈ ജോലിയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധത്തിനും വഴങ്ങി ഇഷ്ടമില്ലാത്ത ഒരാളെ, അതായത് പരസ്പരം പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരികയും അയാളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ മാതാപിതാക്കളുടെ ഒരു പ്രേരണ കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം സ്കില്ലിൽ ഒരു സാറ്റിസ്ഫാക്ഷനോടെ മുന്നോട്ട് പോകുവാനോ അവർക്ക് സാധിക്കാതെ കൂടെ വന്നിട്ടുണ്ടാവും. അല്ലാതെ ഒന്നും ആരും ഇത്രയും ലക്ഷങ്ങളുള്ള ശമ്പളമുള്ള ജോലി ഉള്ളപ്പോൾ ആത്മഹത്യ ചെയ്യില്ല. നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. എത്രയോ പേരാണ് IT പ്രൊഫഷണലായിട്ടുള്ളവര് ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് അവരുടെ മനസ്സിന് സംതൃപ്തിയുള്ള സ്വയം തൊഴിൽ അല്ലെങ്കിൽ കൃഷി അങ്ങനെയുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ പെൺമക്കൾക്കും, വിവാഹം കഴിച്ചയക്കുന്ന എല്ലാ പെൺമക്കൾക്കും സ്വന്തമായിട്ട് വരുമാനം നേടുവാനായിട്ടുള്ള ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് എങ്ങനെയുള്ളതായിരിക്കണം? നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കണം. അല്ലാതെ നിർബന്ധിച്ച് മറ്റാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് പണം മാത്രം മതി എന്നുള്ള ഒരു രീതിയിൽ ഉള്ള നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ല് ആയിരിക്കരുത് കേട്ടോ. ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, ഓൾട്രേഷൻ വർക്കുകൾ ചെയ്യും. പണ്ട് ഞാൻ തയ്യൽ കട നടത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഞാൻ ഫുള്ള് തയ്ക്കത്തില്ലായിരുന്നു. നമുക്ക് അവിടെ ഒരു തയ്ക്കാനായിട്ടൊരു ലേഡീസ് വരുമായിരുന്നു. 2-3 പേര് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ തയ്പ്പിക്കും. ഓൾട്രേഷൻ വർക്കുകളൊക്കെ ഞാൻ ചെയ്യും. എറണാകുളത്തായിരുന്നപ്പോഴേ അപ്പോൾ നല്ലൊരു വരുമാന മാർഗ്ഗമായിരുന്നു അത്. എന്ന് വെച്ചിട്ട് എനിക്കത് കുറച്ച് പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് അതെന്റെ ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യാന്ത്രികമായിട്ട് പണിയെടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്റെ കഴിവുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു വരുമാനം നേടി പോകുമ്പോഴല്ലേ എനിക്കൊരു സുഖം കിട്ടുള്ളൂ, എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ പണം മാത്രം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാപകലില്ലാതെ ഒരു മെഷീനെ പോലെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുപോലെയാണ് ഈ പറഞ്ഞ ഈ ആത്മഹത്യ ചെയ്ത വിദേശത്ത് ജോലിയുള്ള ഈ ആത്മഹത്യ ചെയ്ത പെണ്ണുങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കണം. നമ്മളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം എടുക്കും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും തൊഴിലിലേക്ക് നമ്മൾ തിരിയും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ കരിയർ തിരഞ്ഞെടുക്കുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിന് പൂർണ്ണമായിട്ടുള്ളൊരു ഫലം കിട്ടില്ല.
ഒരു ഫലമായാലും ഈ മാമ്പഴം എന്നൊക്കെ പറഞ്ഞ ഫലമായാലും അത് മൂത്ത് വിളഞ്ഞ് അതിനുശേഷം വേണം അത് പഴുപ്പിക്കാൻ. അല്ലാതെ അത് പച്ചക്ക എടുത്തുകൊണ്ട് വെച്ചിട്ട് തല്ലി പഴുപ്പിച്ച് അത് പഴുക്കുമോ? ഇല്ല. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള രുചിയൊന്നും കിട്ടില്ല. എന്റെ ഒരു കാഴ്ചപ്പാടില് കുറെയൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുടെ കയ്യിലുമാണ് പ്രശ്നം ഇരിക്കുന്നത്. ഇതിപ്പോ ചക്കയോ മാങ്ങയൊക്കെയാണോ തുന്നിച്ചു നോക്കാന്ന് പറയുന്നത് പോലെ മനുഷ്യരുടെ സ്വഭാവമാണല്ലേ. നമുക്ക് അവരെങ്ങനെ റിയാക്ട് ചെയ്യും നാളെ ഒരിക്കലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ ഇപ്പൊ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടുള്ള ഒരു കാലം. ഈ വിവാഹാലോചനയൊക്കെ നടത്തുമ്പോൾ ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇന്ന് പറഞ്ഞ ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിപ്പോ വലിയ ഉപദേശിക്കാനാളൊന്നുമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ്. നമുക്ക് ഒരു റെസ്പെക്ട് തോന്നാനും നമുക്ക് നമ്മളോടൊരു സ്നേഹം തോന്നുവാനും ഒക്കെ ആയിട്ട് ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് നമ്മുടെ ഒരു വരുമാന മാർഗമാക്കിയൊക്കെ മാറ്റുക കേട്ടോ. അപ്പൊ മറ്റാരെയും ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഗിവ് അവേ ഓഫറൊക്കെ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും ഒക്കെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.